അതെ, വേഗത്തിൽ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ 80 കടക്കാതെ നോക്കണം. പുതിയ ഹൈവേയിൽ ഓവർ സ്പീഡ് പിടിക്കാൻ ഓരോ കിലോമീറ്ററിലും ക്യാമറകൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സൂക്ഷിച്ചു പോകാം. വേഗത മാത്രമല്ല, 3 മിനിറ്റിൽ കൂടുതൽ വാഹനം പാതയിൽ നിർത്തിയിട്ടാലും പണി പാളും. പരമാവധി വേഗം മണിക്കൂറിൽ 100 കിലോമീറ്റർ ആണെന്ന് കരുതി കുതിച്ചു പായുകയും വേണ്ട. ആദ്യഘട്ടത്തിൽ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ അനുമതിയില്ല. നിലവിൽ പരമാവധി വേഗം മണിക്കൂറിൽ 80 കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത 66-ൽ സജ്ജീകരിച്ച CCTV ക്യാമറകളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടോൾ പിരിവ് ആരംഭിക്കുന്നതോടെ ക്യാമറ കണ്ണിൽപ്പെടുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തി തുടങ്ങും. അടുത്ത മാസം അവസാനത്തോടെ വട്ടപ്പാറയിൽ ടോൾ പിരിവ് ആരംഭിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. മലപ്പുറം ജില്ലയിലെ 2 റീച്ചുകളിലായി 116 ക്യാമറകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെയും ഇടിമുഴിക്കൽ മുതൽ വളാഞ്ചേരി വരെയും 58 വീതം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ 60ഓളം 360 ഡിഗ്രി ക്യാമറകളാണ്. വളാഞ്ചേരി കാപ്പിരിക്കാട് വരെ 29 ക്യാമറകൾ ചുറ്റും തിരിഞ്ഞ് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന 360 ഡിഗ്രി ക്യാമറകളാണ്. ഓരോ കിലോമീറ്ററുകളിലും ക്യാമറകൾ ഉണ്ടാകും. കൂടാതെ ജംഗ്ഷനുകളിലും എൻട്രി എക്സിറ്റ് പോയിന്റുകളിലും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. വെട്ടിച്ചിറയിലും കുറ്റിപ്പുറത്തുമായി 2 കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്യാമറ ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ 24 മണിക്കൂറും ജീവനക്കാരുണ്ടാകും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും. വാഹനങ്ങളുടെ വേഗത പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ ബോർഡുകൾ ഓരോ 5 കിലോമീറ്ററിലും ഉണ്ടാകും. അമിത വേഗതയിലാണ് വാഹനമെങ്കിൽ ചുവപ്പക്കത്തിൽ വേഗത സ്ക്രീനിൽ തെളിയും. ദേശീയപാതയിലൂടെ തോന്നിയ പോലെ വാഹനം ഓടിക്കുമ്പോൾ മാത്രമല്ല ക്യാമറകൾ പണി തരിക. 3 മിനിറ്റിൽ കൂടുതൽ വാഹനം പാതയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടാലും ക്യാമറയിൽ കൊടുക്കും. അമിത വേഗം, ട്രാക്ക് തെറ്റി ഓടിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് തുടങ്ങിയവയെല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും. തരം ക്യാമറ കണ്ണുകളാണുള്ളത്. വാഹനങ്ങളുടെ അമിത വേഗം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ക്യാമറകൾ. കൂടാതെ 2 തരം ക്യാമറകൾ കൂടി ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോയിന്റിലൂടെ 6 വരി പാതയിലേക്ക് വാഹനങ്ങൾ കടക്കുന്നതും എൻട്രി പോയിന്റിലൂടെ വാഹനങ്ങൾ പുറത്തു കടക്കുന്നതും പിടികൂടാൻ പ്രത്യേക ക്യാമറകളുണ്ട്. വെഹിക്കിൾ ഇൻസിഡന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ക്യാമറകളാണിവ. എക്സിറ്റ്, എൻട്രി പോയിന്റുകളിലാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. അപകടങ്ങൾ സംഭവിച്ചാലും ദിശ മാറി വാഹനം ഓടിച്ചാലും കൺട്രോൾ റൂമുകളിൽ ദൃശ്യങ്ങൾ എത്തുക ഈ ക്യാമറകളിലൂടെയാണ്. പ്രവേശനാനുമതി ഇല്ലാത്ത വാഹനങ്ങൾ പാതയിലേക്ക് കടന്നാലും ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയും. 360 ഡിഗ്രി തിരിയാൻ കഴിയുന്ന പാൻ, ടിൽറ്റ്, സൂം ക്യാമറകളാണ് മറ്റൊരു പ്രത്യേകത. വാഹനങ്ങളുടെ പാർക്കിംഗ്, റോഡ് മുറിച്ചു കടക്കൽ എന്നിവ ഈ ക്യാമറ വഴി നിരീക്ഷിക്കും. പാതയ്ക്കരികിലൂടെ നടക്കാമെന്നോ റോഡ് മുറിച്ചു കടക്കാമെന്നോ കരുതേണ്ട. കാൽനട യാത്രക്കാർക്ക് 6 വരി പാതയിലേക്ക് പ്രവേശനമില്ല. അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, ട്രാക്ടർ എന്നിവയ്ക്കും പുതുപാതയിലൂടെ സഞ്ചരിക്കാനാകില്ല. എന്നാൽ സർവീസ് റോഡുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം വാഹനങ്ങളും കാൽനട യാത്രക്കാരും 6 വരി പാത ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ റോഡ് മുറിച്ചു കടക്കരുത്.